സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം നടപ്പാക്കുന്നതിന് ജനുവരി അവസാനം വരെ നീട്ടി. സ്പാർക്കുമായി ബന്ധിപ്പിക്കുന്നതിലെ കാലതാമസമാണ് നടപടി നീട്ടാൻ കാരണം. വിവരങ്ങളുമായി ഹരിഷ്മ ചേരുന്നു. ഹരിഷ്മ, നേരത്തെയും സർക്കാർ ഇത്തരത്തിൽ ഉത്തരവായി തന്നെ ഈ വിഷയം പുറത്തിറക്കിയിരുന്നു. എന്നാൽ വിവിധ സംഘടനകളുടെ ഒരു ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം കാരണമാണ് ഇത് നടപ്പാക്കാൻ കഴിയാതിരുന്നത്. ഇപ്പോഴെന്താണ് പ്രശ്നം? കമലേഷ്, അതായത് സർക്കാർ സ്ഥാപനങ്ങളിലെ ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം ഇന്നു മുതൽ നടപ്പിലാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് ബന്ധിപ്പിക്കുന്നതിലെ കാലതാമസം കാരണമാണ് ഇന്നു മുതൽ അത് നടപ്പാക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. ഈ സംവിധാനത്തെ സ്പാർക്കുമായി, അതായത് ഈ ബയോമെട്രിക് സംവിധാനത്തെ സ്പാർക്കുമായി ബന്ധിപ്പിക്കുന്നതിലെ കാലതാമസമാണ് ഈ മാസം അവസാനം വരെ സമയം നീട്ടാൻ സർക്കാർ തയ്യാറായത്. കളക്ടറേറ്റുകളിലും ഡയറക്ടറേറ്റുകളിലും പഞ്ചിംഗ് നടപടികൾ ഈ മാസം തന്നെ പൂർത്തിയാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നു മുതൽ പഞ്ചിംഗ് ഏർപ്പെടുത്തുമെന്നുള്ള ഒരു തീരുമാനം, അത് മുൻപ് തന്നെ പഞ്ചിംഗ് സംവിധാനം ഏർപ്പെടുത്തും എന്നുള്ള രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സർവീസ് സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പല തവണകളിലായി ഇത് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് മുന്നിലുണ്ടായിരുന്നത്. സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഹാജർ അധിഷ്ഠിതമായിട്ടുള്ള ബയോമെട്രിക് പഞ്ചിംഗ് ഏർപ്പെടുത്തണമെന്ന് പലതവണ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ സർവീസ് സംഘടനകൾ വലിയ എതിർപ്പ് ഉന്നയിച്ചതിനെ തുടർന്നാണ് ഇത് പലതവണ മാറ്റിവെച്ചത്. ഇന്ന് പുതുവർഷ ദിനത്തിലെ ആദ്യത്തെ പ്രവൃത്തി ദിവസമാണ്. അത്തരത്തിൽ പഞ്ചിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങിയപ്പോൾ ഇതിൽ സ്പാർക്കുമായി ബന്ധിപ്പിക്കുന്നതിലെ തകരാറ് കാരണമാണ്, പ്രശ്നങ്ങൾ കാരണമാണ് ഇന്നത് പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ സാധിക്കാതെ ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അവസാനം വരെ ഇതിന്റെ കാലാവധി നീട്ടിയിരിക്കുന്നത്. ഈ നിലവിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഈ മാസം തന്നെ പഞ്ചിംഗ് സംവിധാനം അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കളക്ടറേറ്റുകളും ഡയറക്ടറേറ്റുകൾ, മറ്റ് വകുപ്പ് മേധാവികളുടെ ഓഫീസുകൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ സംവിധാനം, ബയോമെട്രിക് സംവിധാനം നടപ്പിലാക്കുക. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾക്ക് മാത്രമല്ല, അതിന് പുറമെ അർദ്ധ സർക്കാർ, ഒപ്പം തന്നെ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാന്റിംഗ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും മാർച്ച് മാസം 31 മുൻപ് പൂർണ്ണ നിലയിൽ ബയോമെട്രിക് സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഇത് സെക്രട്ടേറിയറ്റിലെല്ലാം ഉണ്ട്. ഇന്ന് തന്നെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ പൂർണ്ണമായി പഞ്ചിംഗ് സംവിധാനം നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നുള്ള രീതിയിൽ അതിന്റെ തകരാറ്, പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വ്യക്തമാണ് ഹരിഷ്മ. ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം നടപ്പാക്കാൻ സമയം നീട്ടി നൽകിയിരിക്കുകയാണ് സർക്കാർ. ശമ്പളവുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ കാലതാമസം എടുക്കുന്നതാണ് ഇത്തരമൊരു നടപടിക്ക് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹരിഷ്മ SL ആണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രാജ്യത്ത്